തൊട്ട് ഞാൻ മലയാളത്തിൽ തന്നെയായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉള്ളത് ചെന്നൈയിലാണ്. ആൻഡ് ദിസ് വീഡിയോ വിൽ ബി ഓൾ അബൌട്ട് ദ ഫുഡ്സ് വി ട്രൈഡ് ഇൻ ചെന്നൈ. നമ്മൾ ചെന്നൈയിൽ എന്തൊക്കെ ഫുഡ് ട്രൈ ചെയ്തു, അത് എവിടെ നിന്ന് ട്രൈ ചെയ്തു, അതെങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെന്നൈയിൽ ചെയ്ത മറ്റ് ആക്ടിവിറ്റീസ്, നമ്മൾ 2 ദിവസം ആകെ ചെന്നൈയിലുള്ളൂ, അത് സാറ്റർഡേ സൺഡേ ആണ്. ഈ ഒരു വീക്കെൻഡിൽ നമ്മൾ ചെന്നൈയിൽ എന്തൊക്കെ ചെയ്തു എന്ന് ഞാൻ മറ്റേ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ വിൽ ബി ഓൾ അബൌട്ട് ഫുഡ്. സോ ലെറ്റ്സ് ഗോ ഇൻ ടു ദ വീഡിയോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശ്രീനഗറിലുള്ള മുരുകൻ ഇഡലിയുടെ ഫ്രണ്ടിലാണ്. നമുക്ക് ഉള്ളിൽ പോയിട്ട് ഇവിടുത്തെ ഫേമസ് പൊടി ഇഡലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറേ ചട്നി ഉണ്ട്. ഇഡലി നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, പഞ്ഞി പോലെ ഇരിപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ സാമ്പാർ, വെള്ള ചട്നി, പിന്നെ ഒരു റെഡ് കളർ ചട്നി, പിന്നെ ഇവിടെ പല ടൈപ്പ് ചട്നീസ് ഉണ്ട് കേട്ടോ. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് വെള്ള ചട്നിയാണ് ഏറ്റവും ഇഷ്ടമായത്. ഏത് ചട്നി ഏറ്റവും ഇഷ്ടമായ? വെള്ളയല്ലേ? ഞാൻ ഒരു കൊഴുക്കട്ടയും കൂടെ വാങ്ങിയിട്ടുണ്ട്. സ്വീറ്റ് കൊഴുക്കട്ടയാണ്. പൊടി ഇഡലി കഴിച്ചിട്ട് നെക്സ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തത് മിനി ഇഡലി ആയിരുന്നു. പക്ഷെ അതിനകത്ത് നല്ലപോലെ ഒരു നെയ്യ് ഒഴിച്ചിട്ടാണോ, മൊത്തത്തിൽ എനിക്ക് ഈ ഒരു മിനി ഇഡലി അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു സാമ്പാർ ഇഡലി വാങ്ങിച്ചായിരുന്നു. സാധാരണ ഇഡലിയിൽ അവർ നന്നായിട്ട് സാമ്പാർ ഇങ്ങനെ ഒഴിച്ച് തരും മുകളിലേക്ക്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കുടിക്കാനായിട്ട് ഞങ്ങളൊരു ജിഗർതൻ്റെ ആയിരുന്നു ഓർഡർ ചെയ്തത്. ഇത് തമിഴ്നാട്ടിൽ തന്നെ ഒറിജിനേറ്റ് ചെയ്തൊരു ഡ്രിങ്കാണ് കേട്ടോ. നമ്മളിന്ന് രാവിലെ മുരുകൻ ഇഡലിയിൽ പോയി ഇഡലിയൊക്കെ കഴിച്ചതിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല ഇന്നത്തെ ദിവസം. അത് കഴിഞ്ഞ് നമ്മൾ ആകെ ടയേർഡ് ആയതുകൊണ്ട് റൂമിൽ പോയിട്ട് ഒന്ന് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് പിന്നെ നമ്മൾ ശ്രീനഗറിൽ ഒരു ഷോപ്പിങ്ങിനൊക്കെ പോയി. ഇപ്പോൾ അതാ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ധണ്ടീശ്വരത്തുള്ള അന്തിക്കട എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. ഞാൻ കുറേ വ്ളോഗ്സിലൊക്കെ കണ്ടായിരുന്നു കേട്ടോ. വെജിൽ കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നാണ് കണ്ടത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു വന്നതാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല തിരക്കാണ്, വെയിറ്റിംഗ് ആണ്. നമ്മൾ പേര് എഴുതിയിട്ടിട്ടുണ്ട്. അപ്പം നല്ല വിശപ്പുള്ളത് കൊണ്ട് ഞങ്ങൾ 2 ജ്യൂസൊക്കെ ഓർഡർ ചെയ്തു. ഇവരുടെ തന്നെ പാഴ്സൽ ഷോപ്പ് തൊട്ടപ്പുറത്തുണ്ട്. അപ്പോൾ അവിടുന്ന് ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് ഒന്നൊതുങ്ങി ഇനി നമ്മളുടെ പേര് വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. പാനകവാ 5 ടേസ്റ്റ് എന്താ പറയുക, 5 ടൈപ്പിലുള്ള ഊത്തപ്പം, നല്ല ചൂടാ. പിന്നെ ഒരു കൊത്തു പൊറോട്ട. ഇത് 5 ടേസ്റ്റ് 5 ടൈപ്പിലെ ഊത്തപ്പംസ് ആണ്. അടിപൊളി. ഒരു സാധനം കൂടെ വരും.
അട അവിയലും ഉണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ശർക്കരയുണ്ട്, ചട്നി. ഉഴുന്നൊക്കെ കാണുന്നു. വെറൈറ്റി ആയിട്ടുണ്ട്. മധുരമില്ല. ഞാൻ മധുരമുള്ള സാധനമാണെന്ന് വിചാരിച്ചത് ആദ്യം. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയത് മൈലാപ്പൂരിലുള്ള കർപ്പകമ്പാൾ മെസ്സിലേക്കായിരുന്നു. വാഴയിലയിലാണ് ഫുഡ് സെർവ് ചെയ്യുന്നത്. വാഴപ്പൂവട അല്ലേ? വാഴക്കൂമ്പ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു വടയാണ്. കുറച്ച് ക്രിസ്പിയാന്ന് തോന്നുന്നു. നല്ല ചൂടുണ്ട്. കണ്ടാൽ നമ്മുടെ പരിപ്പുവടയൊക്കെ പോലെ ഇരിക്കും. നെക്സ്റ്റ് നമ്മൾ പൊങ്കലാണ് വാങ്ങിയിരിക്കുന്നത്. പൊങ്കലിൻ്റെ കൂടെ സാമ്പാറും ഒരു ചട്നിയും തന്നു. പിന്നെ ഒരു ദോശ പറഞ്ഞിട്ടുണ്ട്. നല്ലതാണോ? ഇതെങ്ങനെയുണ്ട്? എന്താ തക്കാളി ചട്നിയാ? നല്ലതാണോ? നമുക്ക് പൊങ്കലിൻ്റെ കൂടെയും തന്നിട്ടുണ്ട്. ഇനി പൊങ്കൽ കഴിച്ചു നോക്കാം. സൂപ്പറാട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. കേസരി ബോളി, കേസരി സ്റ്റഫ് ചെയ്ത് ഉള്ള ബോളിയാണ് ഇന്നത്തെ സ്പെഷ്യലാണെന്ന് പറഞ്ഞത്. ചെന്നൈയിൽ വന്നിട്ട് ഫിൽറ്റർ കോഫി കുടിക്കാതെ പോകാൻ പറ്റില്ല. അപ്പം നല്ല സ്ട്രോങ് ഫിൽറ്റർ കോഫി. നെക്സ്റ്റ് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോയത് വടപളനിയിലുള്ള അസിമ ബിരിയാണിയിലേക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നോൺ വെജ് ബിരിയാണി ലവേഴ്സിന് പറ്റിയൊരു സ്പോട്ടാണ് ഈ അസ്മ ബിരിയാണി. ഞങ്ങൾ രണ്ടുപേരും വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് ബിരിയാണി കഴിക്കാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങൾ അവിടുത്തെ കിഴി പൊറോട്ട ആൻഡ് ഫ്രൈഡ് റൈസ് വിത്ത് പനീർ ചില്ലി ട്രൈ ചെയ്തു. എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കിഴി പൊറോട്ടയായിരുന്നു. മസാലയൊക്കെ ആ പൊറോട്ടയിൽ പിടിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അസിമ ബിരിയാണിയോടുകൂടി ചെന്നൈ ഫുഡ് വ്ലോഗ് ഇവിടെ കഴിയുകയാണ്. നമ്മൾ ആകെ 2 ദിവസമേ ചെന്നൈയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ട് കാണും, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ എല്ലാവരും ടേക്ക് കെയർ. ലവ് യു ഓൾ. ബൈ.